അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയാണ് മുത്തുമണികളെ, പെരുന്നാളൊക്കെ കഴിഞ്ഞോ? ടൂറ് പോയാലൊക്കെ വന്നോ? മഴയാണ്. വെള്ളച്ചാട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പോകണമെന്ന് എഴുതിയതാണ്. നിലമ്പൂർ ഈ പറയണമാതിരി വണ്ടൂർ അതേമാതിരി ആ ഭാഗത്തുണ്ടൊരു വെള്ളച്ചാട്ടം, അവിടേക്ക് പോകണമെന്ന് എഴുതി. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഭയങ്കര മഴ. അപ്പോൾ മഴക്കാലത്ത് വെള്ളച്ചാട്ടം തന്നെ അവിടേക്കൊന്നും ചിലപ്പോൾ നമ്മളെ വിട്ടൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ പോയിട്ട് പൈസ ചിലവാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയില്ല. മനസ്സോടെ പോകാതെ വെച്ചു. അപ്പോൾ ഏതായാലും അതൊന്നും പറയാനല്ല കേട്ടോ ഇപ്പോൾ ഞാൻ വന്നിക്കണ്. ഞാൻ ഇപ്പോൾ വന്നത് കടുവയെ പിടിച്ച കിടുവ. ഞാൻ എൻ്റെ സഹോദരന്മാരോടൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം ചിലവർ റിയാക്ഷൻ ചെയ്യണത് വ്യക്തമായ തെളിവ് ഇതാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു തെളിവും ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരെ മേലിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കത് തിരിച്ചടിക്കാൻ തുടങ്ങും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ അവിടെ കിട്ടിയതിനേക്കായി തെളിവ് പുറത്ത് കിട്ടിയിട്ടുണ്ട് പറഞ്ഞൊരു സഹോദരി വന്നിട്ടുണ്ട്. ആ സഹോദരി ഈ പറയണ മാതിരി കറക്റ്റായിട്ട് അതിനേക്കാൾ മേലെ, കാരണം ഞാനൊക്കെ ഇത് പറയുമ്പോൾ ഒരു വീഡിയോസ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പെട്ടത് എന്നെ പരിഹസിക്കുക ചെയ്തത്. കാരണം വെച്ചെങ്കിൽ മലപ്പുറത്തെ തള്ള എന്ന് പറഞ്ഞിട്ട് എന്നെ പരിഹസിക്കുക ചെയ്ത്. പക്ഷേ എനിക്കതിൽ വിഷമം തോന്നില്ല. കാരണം അവരവർ പഠിച്ചു വന്ന ആ രീതിയല്ലേ അവരവർ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ബഹുമാനത്തോടെ എൻ്റെ ഉമ്മയും മറ്റേ കൂടപ്പറപ്പുകളെ ആണെങ്കിലും എന്നെയാണെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ട് നമ്മളെ ഉമ്മാൻ്റെ പ്രായമുള്ളവരെ കണ്ട ഒന്നുമില്ലെങ്കിൽ ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ വിളിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഉമ്മാന്നൊന്നും വിളിക്കുകയൊന്നുമില്ല. പക്ഷേ താത്താന്നെങ്കിലും വിളിക്കണം, ആ പ്രായത്തിൽ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നെ ഉമ്മ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ. പിന്നെ ഞങ്ങളെ തമാശയിലൊക്കെ ഞങ്ങളെ പാലക്കാട് ജില്ല ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പറയട്ടോ, ആ തള്ളക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറയും. ഇറക്ക് അത് മുഖത്ത് നോക്കിയാണ് പറയട്ടോ, അല്ലാതെ സോഷ്യൽ മീഡിയ കൂടി ഇവിടെ ഒന്നല്ല അറിയാം, നേരിട്ടാണ് പറയാം. അപ്പോൾ അതേമാതിരി ഞാൻ വീഡിയോ ചെയ്തവരോടൊക്കെ പറഞ്ഞിരുന്ന മറ്റുള്ളവരെ കുടുംബകാര്യത്തിൽ കയറി നമ്മൾ ഒരുപാട് അഭിപ്രായം പറയുമ്പോൾ ഒരു പക്ഷേ നാളെ നമുക്ക് തിരിച്ചടിച്ചേക്കാം എന്ന് പറയുമ്പോൾ എന്നെ തള്ളയാണ് മലപ്പുറത്തെ തള്ളയാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് അവർ പരിഹസിച്ച് തള്ളി. പക്ഷെ ഇന്ന് കടുവയെ പിടിക്കുന്ന കിടുവ ഒരാൾ വന്നത് കാരണം കൊണ്ട് ആ പറയുന്ന ആളേക്കായും പച്ചയ്ക്ക്, അതായത് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈവിൽ എന്താണോ നമുക്ക് കമൻറ്റ് വരുന്നത്, ആ കമൻറ്റിന് 1/2 കിലോൻ്റെ ബേഡാണ് വന്നെങ്കിൽ 3/4 കിലോ തിരിച്ചു കൊടുക്കുന്ന മറുപടി, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് ഞാൻ ആ വീഡിയോ കാണാറുണ്ട്. ഞാൻ ആദ്യം വീഡിയോ അത്രയൊന്നും കാണാറില്ല എന്നാൽ, പക്ഷെ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവരെല്ലാവരും വീഡിയോസും ഞാൻ കാണില്ല. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ലൈവ് ഇടാനോ ഇതിനൊന്നൊക്കെ ഒരു പരിമിതികളുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഒരു ഉസ്താദ് വരുന്നുണ്ട് എൻ്റെ കൂടിയേക്ക്, ഉസ്താദും ഭാര്യയും വരുന്നുണ്ട്. അവരെവിടെ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് വിരുന്നുകാരും അതും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് പഴയ മാതിരി അങ്ങോട്ട് ആക്റ്റീവ് ആകാൻ പറ്റില്ല. മറ്റത് പറഞ്ഞ് ആരും ഉണ്ടാവില്ല, ഞാനും എൻ്റെ പൊടിക്കാക്കും ഉണ്ടാകും. പൊടിക്കാക്ക് പണിക്കായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്ക്. അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ ഇരുന്ന് ലൈവ് വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ എനിക്കതിന് പറ്റുന്നില്ല. കുട്ടികളായിട്ടും താത്തയും കാക്കയും പോയപ്പോൾ അതിൻ്റെ പുറത്ത് വേറെ ആയിട്ടും അല്ലേ. അതെ, ശരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത്. കാരണം നമ്മൾ ആരെയും ഒരുപാട് വിമർശിക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ നമ്മളെടുത്ത് വേണം. വെറുതെ തെളിവില്ലാതെ ആരോപിക്കുന്നത് ശരിയല്ല. 1, 2, 3 വീഡിയോസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ തെളിവുകൾ കണ്ടുപിടിക്കാൻ നിൽക്കുക. എന്നിട്ട് തെളിവുകൾ അടക്കം നിരത്തുക. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കടുവയെ പിടിച്ച കിടുവയും പറയുന്നത്. തെളിവിട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും മറ്റേ ഞാൻ പേരിട്ടിക്കണാണ് കേട്ടോ. അപ്പോൾ അത് കടുവയെ പിടിച്ച കിടുവാന്ന്. ഏതായാലും യാതൊരു പേടിയില്ല. കേസാണെങ്കിൽ കേസ്, തല്ലാണെങ്കിൽ തല്ല്, തെറിയാണെങ്കിൽ തെറി, അവഹേളനാണെങ്കിൽ അത് എന്തിനും തയ്യാറായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് കൂട്ടി തന്നെ പ്രതീക്ഷിക്കണം. നമുക്ക് ഇങ്ങനെ വരും, ആരും അതിന് പ്രതികരിക്കാനില്ല എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെയാവുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒരു നേരത്തെ ചിലപ്പോൾ അതിന് പ്രതികരണം വന്നേക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ ഒരാളോ 2 ആളോ 10 ആളോ ഒന്നല്ല യൂട്യൂബിലുള്ളത്. യൂട്യൂബിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവിൽ 2 ആൾ വന്നിട്ടുണ്ട് ഇതിനെതിരായിട്ട്. പിന്നെ അതേമാതിരി ഇനിയും ആളുകൾ വന്നേക്കാം.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. കാരണം ഇതിനിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധ്യതയുള്ള കുടുംബത്തിനെയും കൂട്ടത്തിനെയും ഭർത്താവിനെയും മക്കളെയും എല്ലാത്തിനെയും വിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് തന്നെ അത് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പൊന്നു മക്കളെല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മറ്റൊരാളെ പരിധി കൂടുതലിട്ട് അവഹേളിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ മുമ്പേയും പറഞ്ഞതാണ്. പക്ഷേ മുമ്പേയും പറഞ്ഞപ്പോൾ ഈ പറയണ മാതിരി മലപ്പുറത്തെ തള്ള എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് തള്ളിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, തള്ളണമെങ്കിൽ തള്ളാം. ഏതായാലും കടുവയെ പിടിച്ച കിടുവ വന്നിട്ടുണ്ട്, സൂക്ഷിക്കുക. കിടുവയ്ക്ക് യാതൊരു പേടിയില്ല. കാരണം ചില വാക്കുകളൊക്കെ ചില കമൻറ്റ് നമുക്കൊക്കെ ആ കമൻറ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്കതിന് മറുപടി പറയാൻ പോലും കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയില്ല. അത് വായിക്കാൻ തന്നെ എനിക്ക് വല്ലാത്തൊരു ലജ്ജ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ കറക്റ്റായിട്ട് 1/2 കിലോ കൊടുക്കുമ്പോൾ 3/4 കിലോ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ധൈര്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെങ്കിലും സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ആയസോടെ ഉണ്ടെങ്കിൽ അള്ളാഹു വിധി നൽകിയെന്ന്. ശരി. ഞാൻ പറഞ്ഞതിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ആയ വാക്കുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ഒരു ബുദ്ധി വെച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണേ.